കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വന്ന് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് കർത്താവ് ആദ്യമായി സഭയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സഭയുടെ ഉടയവൻ ആരാണ്, അല്ലേ? ആരാണ് സഭയെ പണിയുന്നത്? സഭയ്ക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ പഠിക്കാനായിട്ടിടയായിട്ടുണ്ട്. അധികാരം, സഭയുടെ അധികാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യം, പത്രോസിന്റെ ഒരു ഏറ്റുപറച്ചിൽ നമ്മൾ പഠിക്കാനായിട്ടിടയായിത്തീർന്നു. കർത്താവ് സഭയെ പണിയുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. സഭയുടെ അടിസ്ഥാനം എന്താണ്? ഏതാണ് സഭയുടെ അടിസ്ഥാനം? ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് അതിൻ്റെ ഒരു തുടർച്ചയായ ഒരു പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ പഠനത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ വില എന്നുള്ള ഒരാശയമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നത് ഒരു ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ്. ഡിട്രീച്ച് ബോൺഹോഫർ എന്ന് പേരുള്ള ഒരു ജർമ്മൻ പട്ടക്കാരൻ. അദ്ദേഹം ക്രിസ്തീയ ശിഷ്യത്വത്തെ കുറിച്ച് എഴുതിയ വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പരിഭാഷയുടെ തലക്കെട്ട് വരിക ക്രൂശിക്കപ്പെടുക എന്നാണ്. ഞാൻ ആ തലക്കെട്ടാണ്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നാണ്. വായിക്കാൻ വലിയ രസകരമായ പുസ്തകമൊന്നുമല്ല, പക്ഷെ വളരെ ആഴമുള്ള, വളരെ അർത്ഥവത്തായ ഒരു പുസ്തകമാണ്. നിങ്ങൾ എല്ലാവരും ഇനി എപ്പോഴെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിൽ ചെല്ലുമ്പോൾ ആ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. തിരുവല്ലായിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ CLS ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. മിക്കവാറും എല്ലാ ബുക്ക് സ്റ്റോളിലും, മൂവാറ്റുപുഴയിൽ ബുക്ക് സ്റ്റോളിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വാങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നിർത്തിയല്ലേ? അദ്ദേഹത്തിനും പ്രായമായായിരുന്നു, മരിച്ചു. ഓക്കെ. അപ്പോൾ ഈ വിഷയമാണ് ശിഷ്യൻ, ക്രിസ്തീയ ശിഷ്യത്വം എന്ന ആശയമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ടുള്ളത്. നമ്മൾ ഈ വേദഭാഗം 16-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ വിഷയത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താണ് ഈ ശിഷ്യത്വം? ഞാൻ ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ട്രഡീഷൻ ഇങ്ങനെ പിന്തുടർന്നു പോകാൻ വേണ്ടിയല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് മിയർലി എ ബിലീഫ് സിസ്റ്റം. ഒരു വിശ്വാസ സംഹിതയെ പിന്തുടർന്നു പോവുക എന്നുള്ളതല്ല ക്രിസ്ത്യാനിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോയി കടമ തീർക്കുക എന്നുള്ളതല്ല നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യനാവുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹമെന്ന് പറയുന്നത്. കർത്താവ് ഒരിക്കലും വിളിച്ചത് തന്നെ സ്തുതിക്കുന്ന, ചിലപ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്നത് ആരാധക കൂട്ടം എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ആരാധകരുടെ കൂട്ടം. പക്ഷെ വാസ്തവത്തിൽ കർത്താവ് നമ്മെ വിളിച്ചത് ക്രിസ്തുവിന്റെ ആരാധകരാകാൻ വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ ശിഷ്യരാകാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താ പഠിപ്പിച്ചത്? മത്തായി 28-19 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ക്രിസ്ത്യാനികളാക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെന്താണ്? വിശ്വാസികളാക്കുക എന്നല്ല പറഞ്ഞത്, ആരാധകരാക്കുക എന്നല്ല പറഞ്ഞത്, ഫാൻസ് ആക്കാനല്ല പറഞ്ഞത്, ശിഷ്യരാക്കാനാണ് കർത്താവ് വിളിച്ചത്. അപ്പോൾ കർത്താവിന്റെ വിളി, അല്ലെങ്കിൽ സുവിശേഷം വിശ്വസിച്ച് വരുന്ന ഒരു വിശ്വാസി ആരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ശിഷ്യനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ചർച്ച് ഗോയേഴ്സ് ആകാനല്ല,
നേരെ മറിച്ച് ശിഷ്യരാകാൻ. ചില കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറയില്ലേ, ഞങ്ങൾ അമ്പലക്കാര്, നിങ്ങൾ പള്ളിക്കാര് അല്ലേ? അമ്പലക്കാരാകാനോ പള്ളിക്കാരാകാനോ അല്ല കർത്താവ് വിളിച്ചത്, ശിഷ്യനാകാനാ വിളിച്ചത്. പള്ളിയിൽ പോകുന്നത് കൊണ്ട് എല്ലാമായെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ശിഷ്യത്വത്തിന്റെ വിളിയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ഡിട്രിച്ച് ബോൺഹോഫർ തന്റെ ആ പുസ്തകത്തിൽ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾവേസ് ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്. ശിഷ്യത്വമില്ലാത്ത ക്രിസ്ത്യാനിത്വം എന്താണ്? ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനിത്വമാണ്. നിങ്ങൾ യേശുവിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനുമാണ്. നിങ്ങൾ ശിഷ്യനല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനിയും അല്ലെന്ന് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വാക്കുണ്ട്, നാട് വിട്ടു വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ടു. എന്താ ഈ നാമധേയ കൂട്ടം? പേരിന് ക്രിസ്ത്യാനി, പേര് പറയുമ്പോ ക്രിസ്ത്യാനിയാ, പക്ഷെ ക്രിസ്തുവിന്റെ ഒരു ഗുണവും മണവും ഇല്ല. ക്രിസ്തുവിനെ പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. പക്ഷെ പള്ളിയിലൊക്കെ പോകും, ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരിക്കൽ ഒരു കുട്ടി സ്കൂളില് ഈ സ്കൗട്ടിന്റെ പരിപാടി ഉണ്ടല്ലോ, സ്കൂളിലൊക്കെ സ്കൗട്ടിന്റെ NCCയും സ്കൗട്ടും ഒക്കെയാണ്. അപ്പം ഈ ഒരു കുട്ടി സ്കൗട്ടിൽ ജോയിൻ ചെയ്തു. സ്കൗട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ബാഡ്ജ് കിട്ടി, സ്കൗട്ടിന്റെ ബാഡ്ജ് കിട്ടി. അപ്പോൾ ബാഡ്ജൊക്കെ കുത്തിക്കൊണ്ടാണ് എപ്പോഴും നടക്കും. അപ്പോൾ അവന്റെ ഫാദർ വിളിച്ചു വെച്ച് പറഞ്ഞു, നീ ഒരു ബാഡ്ജ് കുത്തിയത് കൊണ്ട് മാത്രം ഒരു സ്കൗട്ട് ആവില്ല. നീ യഥാർത്ഥത്തിൽ സ്കൗട്ട് ആകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ട്രെയിൻ ചെയ്യണം, നീ അതിന്റെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, ഒരു സ്കൗട്ടിന് വേണ്ട സ്കില്ലൊക്കെ പഠിക്കണം, പിന്നെ അവരുടെ കോഡ് ഫോളോ ചെയ്യണം. അനേക ക്രിസ്ത്യാനികളും ബാഡ്ജ് കുത്തിയ ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യൻ എന്നുള്ള ബാഡ്ജ് കുത്തിയിട്ടുണ്ട്, ബട്ട് നോട്ട് ട്രെയിൻഡ് ആസ് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ശിക്ഷണം ലഭിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ശിഷ്യരാകാൻ. അപ്പൊ കർത്താവ് പഠിപ്പിച്ചതൊക്കെയും പഠിക്കുന്നവനാണ് ആര്? ശിഷ്യൻ. പഠിക്കാൻ ശ്രമിക്കുന്നവനാണ് ശിഷ്യൻ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരു ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശിഷ്യനാവുക എന്നാണ്. പത്രോസിന്റെ ശിഷ്യനാകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, പൗലോസിന്റെ ശിഷ്യനാകാനല്ല, തോമസ് അപ്പോസ്തലന്റെ ശിഷ്യനാകാനും അല്ല, ക്രിസ്തുവിന്റെ ശിഷ്യരാകാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം. ആര് പഠിപ്പിച്ചതാ പഠിക്കേണ്ടത്? കർത്താവ് പഠിപ്പിച്ചതാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആരുടെ ശിഷ്യനാണ്? കർത്താവിന്റെ ശിഷ്യനാണ്. നമുക്ക് ഈ വേദഭാഗത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ യേശു കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി 21 വാക്യം വായിക്കുമ്പോൾ ശിഷ്യത്വം ക്രൂശിലേക്കുള്ള ഒരു വിളിയാണ്. ദ റെവലേഷൻ ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ വെളിപ്പാടാണ് നമുക്ക് ആദ്യം അവിടെ കാണാൻ കഴിയുന്നത്. നോക്കിയേ, 21 വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അന്നു മുതൽ യേശുദാൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അവിടെ ആ 21 വാക്യത്തിൽ അന്നു മുതൽ എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അതൊരു സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റാ. ഇതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം. ഇതുവരെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ കിങ്, ഞാൻ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും പറയുന്നതായതുകൊണ്ട് അത് ഇന്ന് ആവർത്തിച്ചില്ലെന്നേ ഉള്ളൂ.
യേശുവാണ് ക്രിസ്തു രാജാവെന്ന് തെളിയിക്കാൻ വേണ്ടി ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടം മുതൽ ഒരു പുതിയ കാര്യം വെളിപ്പെടുത്തുകയാണ്. എന്താ പുതിയതായി വെളിപ്പെടുത്തുന്ന കാര്യം? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ ഇവിടെ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങുകയാണ്. അതാണ് അന്നു മുതൽ എന്നുള്ള വാക്ക് നമ്മെ ഓർപ്പിക്കുന്നത് ഈ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ യെരുശലേമിലേക്കുള്ള ഒരു ഒരുക്കമാണ്. യെരുശലേമിലേക്ക് പോവുകയാണ് അന്നു മുതൽ. അവിടെ നമ്മൾ വായിക്കുന്നതാണല്ലോ, കൊല്ലപ്പെടുകയും യെരുശലേമിൽ ചെന്നിട്ട്, അന്നു മുതൽ യേശുദാൻ യെരുശലേമിൽ ചെന്നിട്ട് ഈ ക്രൂശിക്കപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് ഒരു പഠിപ്പിക്കൽ തുടങ്ങണം. അതുവരെ യേശു പഠിപ്പിക്കാത്തൊരു കാര്യം ഇവിടെ മുതൽ കർത്താവ് പഠിപ്പിക്കുകയാണ്. അവിടെ വേറൊരു വാക്ക് മലയാളത്തിൽ ഇങ്ങനാണ്, ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ കഴിയില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ മസ്റ്റ് എന്നുള്ളൊരു വാക്കാണ്. അത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഈ യേശുവിനെ കുറിച്ച് അനേകരുടെ ഹൃദയത്തിലുള്ള ചിത്രം എന്നാണെന്നറിയാവോ? രോഗം സൗഖ്യമാക്കുന്ന യേശു. തീർച്ചയായും യേശു രോഗം സൗഖ്യമാക്കുന്നവനാണ്. സ്നേഹിക്കുന്ന യേശു, തീർച്ചയായും യേശു സ്നേഹിക്കുന്നു. എല്ലാം ക്ഷമിക്കുന്ന യേശു. ഇങ്ങനെ യേശുവിനെ കുറിച്ച് ഒത്തിരി ചിത്രമുണ്ട്. പക്ഷെ ക്രൂശിക്കപ്പെട്ട യേശുവാണ് മശിഹ. അഥവാ ക്രൂശിനെ ഒഴിവാക്കിയിട്ട് ഒരു യേശുവിനെ ആളുകളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയാൽ അത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു യേശു അല്ല. ഇന്ന് അനേക സ്ഥലങ്ങളിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത് അനുഗ്രഹിക്കുന്ന യേശു, സ്നേഹിക്കുന്ന യേശു, രക്ഷിക്കുന്ന യേശു എന്നൊക്കെ അവതരിപ്പിക്കും. പക്ഷെ ക്രൂശിക്കപ്പെട്ട യേശുവാണ് സുവിശേഷത്തിന്റെ കാതൽ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്ക് അത് ഭോഷത്വമാണ്. ക്രൂശിന്റെ വചനം യവനന്മാർക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയുമാണ്. ഇന്നും അനേകർക്ക് ക്രൂശിക്കപ്പെട്ട യേശു ഒഴികെ വേറെ എന്തു വേണേലും പ്രസംഗിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ ക്രൂശിക്കപ്പെട്ട യേശുവിലാണ് പാപമോചനം, ക്രൂശിക്കപ്പെട്ട യേശുവിലാണ് രക്ഷ, ക്രൂശിക്കപ്പെട്ട യേശുവിലാണ് വീണ്ടെടുപ്പ്, ക്രൂശിക്കപ്പെട്ട യേശുവിലാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാനുള്ള ഒറ്റ കാര്യം എന്തേ ഉള്ളൂ: ക്രൂശിക്കപ്പെട്ട യേശു. ക്രൂശിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു യേശുവിനെ നമ്മൾ എങ്ങും പറയരുത്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. യേശു ക്രൂശിക്കപ്പെടുക എന്നുള്ളത് മസ്റ്റാണ്. ഇത് കർത്താവ് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൂശ് യേശുവിന്റെ തലയിൽ ആരേലും കെട്ടിച്ചാർത്തി വെച്ചതാണോ? കെട്ടിവെച്ചതാണോ? ഇതൊരു പ്രധാനപ്പെട്ട ദൂത. യേശുവിന്റെ ക്രൂശ് മരണം അവരൊക്കെ കൂടി യേശുവിനെ തല്ലിക്കൊന്നു എന്നൊന്നുമല്ല, അല്ലെങ്കിൽ ക്രൂശിച്ചു കൊന്നു എന്നല്ല. ക്രൂശ് ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് മുന്നമേ കർത്താവ് ഇത് പ്രവചനാത്മകമായിട്ട് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വാ നമുക്ക് പോകാമെന്ന കർത്താവ് പറയുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അല്ലായിരുന്നെങ്കിൽ യേശു എന്ത് ചെയ്തേനെ? വാ നമുക്ക് എങ്ങനെയും ഗലീലയ്ക്ക് രക്ഷപ്പെടാം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ യവനന്മാര് വന്നേച്ച് യേശുവിനെ കാണാനൊരു താല്പര്യം ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്. ഫിലിപ്പോസ് എന്നത് അന്ത്രയോസിനോട് പറഞ്ഞു, അന്ത്രയോസ് എന്ന് യേശുവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശുവിന്റെ ഉള്ളം കലങ്ങി എന്നവിടെ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും യേശുവിന്റെ ഉള്ളം കലങ്ങിയത്? അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ യവനന്മാര് ഏതൻസിലേക്കാണ് വിളിക്കുന്നത്. ഏതൻസ് എന്ന് പറയുന്നത് തത്വചിന്തയുടെ ഇരിപ്പിടമാണ്.
യേശുവെ, നീ ഏതൻസിലേക്ക് വാ. യുവന്മാര് സ്വീകരിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഏതൻസിൽ വന്നാൽ നിനക്ക് അവിടെ നല്ലൊരു ഫിലോസഫറായിട്ട് വിലസാം. അവിടെ പഴയ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പോലെയുള്ള തത്വചിന്തകരുടെ നാടാ. അങ്ങോട്ട് പോരെ. അവർക്കൊക്കെ ശേഷം ഒരു പിൻഗാമി ഇല്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. നിന്റെ പ്രസംഗമാണെങ്കിൽ അവരെക്കാളും ഒക്കെ സൂപ്പറാ, നീ പോരെ. പക്ഷെ കർത്താവ് പോയോ? കർത്താവ് പോയില്ല. കർത്താവിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആ ഉള്ളം നൊന്ത് കലങ്ങി എന്നതിനെ കുറിച്ച് സെൽവിൻ ഹ്യൂസ് എന്ന് പറയുന്ന ദൈവദാസൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മരുഭൂമിയിൽ വെച്ചൊരു പരീക്ഷ ഉണ്ടായതുപോലെ ഇവിടെ വെച്ചും ഒരു പരീക്ഷയാണ്. ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതൻസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു പരീക്ഷ. അവിടെ തന്നെ കർത്താവ് പറയുന്നുണ്ട്: കർത്താവെ, എങ്കിലും തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാൻ നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞത്. യോഹന്നാൻ 12:28. ആ പരീക്ഷ, ക്രൂശിനെ ഒഴിവാക്കി പോകാനുള്ളൊരു പരീക്ഷ കർത്താവ് ജയിച്ചു. ഇവിടെയും കർത്താവ് അതാ പറയുന്നത്, അത് വേണ്ടതാണ്. അത് ഒഴിവാക്കിയിട്ട് ഒരു മശിഹ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ആർക്കും ഒത്തിരി ആളുകളൊക്കെ അതിനകത്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ ഈ ഫയർഫോഴ്സ് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ, കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ആരും ആ കെട്ടിടത്തിനകത്തേക്ക് കയറരുത്, കാരണം വളരെ സീരിയസ് ആയി കഴിഞ്ഞു. ഇനി ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിനകത്തുനിന്നൊരു വലിയ കരച്ചിലും കേട്ടു. കെട്ടിടത്തിനകത്തു ഈ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരുത്തൻ ഈ തീക്കകത്തേക്ക് അങ്ങ് കയറിയിട്ട് അകത്ത് നിന്ന് ഒരു മനുഷ്യനെ വലിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് ചാടി. ഒരാളെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഈ കയറിപ്പോയ ഉദ്യോഗസ്ഥന് ഒത്തിരി പൊള്ളലേറ്റു. അപ്പോൾ ഒരാൾ പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായിരുന്നു, വളരെ സേഫായിട്ട് ഇവിടെ ഇരുന്നാ പോരായിരുന്നു. അപ്പോ ഈ മനുഷ്യൻ വേറൊരാള്, ഈ കൂടെ വേറൊരാളെന്ന് പറഞ്ഞ ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, he could have stayed safe, but love pushed him towards the danger. സ്നേഹമാണ് അവനെ ഈ അപകടത്തിലേക്ക് തള്ളിയിട്ടത്. യേശു കർത്താവിന് വേണമെങ്കിൽ ഈ ക്രൂശിനെ ഒഴിവാക്കി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഈ ക്രൂശ് ഏറ്റെടുക്കുവാൻ അവൻ സ്വയം തീരുമാനിച്ചു. ഇന്ന് നമ്മൾ പാടിയതുപോലെ, എന്ത് അതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണും ഞാൻ. നമ്മളെ രക്ഷിക്കാനുള്ള ആ സ്നേഹമാണ് അവനെ ആ കാൽവറി ക്രൂശിലേക്ക് തള്ളിയിടുവാനായിട്ടിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ചില സഭകളുടെയൊക്കെ ബോർഡിൽ എഴുതി വെക്കുന്ന ഒരു വാക്ക് ഫുൾ ഗോസ്പൽ ചർച്ച് എന്നൊരു വാക്കുണ്ട്. ഫുൾ ഗോസ്പലിനകത്ത് കഷ്ടതയുണ്ട്. ഫുൾ ഗോസ്പൽ എഴുതിയിട്ട് കഷ്ടത ഇല്ല എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ ഗോസ്പൽ അല്ല. അനേക സഭകളിൽ കഷ്ടത ഉണ്ടെന്ന് പറയേയില്ല, ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കുകയില്ല. കാരണം ശിഷ്യത്വത്തിന് വിലയുണ്ട്, വില കൊടുക്കണം. ചില സ്പീഡിൽ പോവുക, അല്ലെങ്കിൽ സമയം വല്ലാതെ മുന്നോട്ട് പോകുന്നു, കുറച്ചുകൂടെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ കഷ്ടതയും മരണവും പുനരുദ്ധാനവും പ്രസംഗിച്ചു. ഇവിടെ കർത്താവ് പിതാവിൻ്റെ ഒരു പദ്ധതിയെ അതുപോലെ തന്നെ പൂർത്തിയാക്കുക. നമ്മൾ ഈ വീട് പണിയുന്നതിന് മുമ്പേ പ്ലാൻ വരയ്ക്കും അല്ലേ? പ്ലാൻ വരച്ചിട്ടാ വാനം താത്തുന്നത്. ഇടയ്ക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ നമ്മൾ പ്ലാൻ എടുത്ത് നോക്കും അല്ലേ? കർത്താവ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. വേണ്ടത് ക്രൂശീകരണം, കഷ്ടത അനുഭവിക്കണം, കൊല്ലപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. ഇതിലേതെങ്കിലും ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണെങ്കിൽ, ശിഷ്യന്മാരാണെങ്കിൽ, നമുക്കും കഷ്ടതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. The cross was not an accident, it was God's purpose. അബദ്ധവശാൽ യേശു ക്രൂശിക്കപ്പെട്ടതല്ല,
അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ കഷ്ടം അനുഭവിക്കും, ഞാൻ ക്രൂശിക്കപ്പെടും, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം പറയേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്കും ഒരു ക്രൂശുണ്ട്. ഇത് രണ്ട് രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ക്രിസ്തു കഷ്ടം സഹിച്ചത് കൊണ്ട് നമ്മൾ ഇനി കഷ്ടം സഹിക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കർത്താവ് അങ്ങനാണോ നമ്മളെ പഠിപ്പിച്ചത്? കർത്താവ് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ലോകം നിങ്ങളെ ഇപ്പോഴും പകയ്ക്കുന്നത്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടെങ്കിൽ, കഷ്ടം അനുഭവിച്ചെങ്കിൽ നിങ്ങളെ എത്ര അധികം. കർത്താവ് ക്രൂശിക്കപ്പെട്ട സമയത്ത് നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, പച്ചമരത്തോട് ഇങ്ങനാണെങ്കിൽ ഉണക്കമരത്തോട്. പക്ഷെ ഇന്ന് അനേകരും എന്ത് ചെയ്യുന്നു? ക്രൂശില്ലാത്ത പ്രസംഗമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ChatGPT ഗൂഗിൾ നെറ്റിൽ സെർച്ച് ചെയ്തതാണ്, വലിയ സഭ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം. അപ്പം അതിൻ്റെ ഉത്തരം ChatGPT കൊടുത്തതാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യമാണ്, ശിഷ്യത്വത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒന്നും പ്രസംഗിക്കരുത്, മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കരുത്, ഇന്ന് പോന്നാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പഠിപ്പിച്ചാൽ മതി. എന്ത് ഈ ബൈബിൾ ക്ലാസ്സിനൊന്നും ഒത്തിരി ആൾ വരില്ലാത്തതറിയും. ഇതൊക്കെ ഞാൻ മുഖത്ത് നോക്കിയെന്ന് പറയും. ഉള്ളതുപോലെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കാനൊന്നും വലിയ രസമൊന്നും ഉള്ള കാര്യമല്ല. എനിക്കറിയാം, ആളെ കൂട്ടാനാണെങ്കിൽ ഈ ഭാഗമൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകണം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഹല്ലേലൂയായ സന്തോഷമൊക്കെ പറയും. പക്ഷെ ക്രൂശിക്കപ്പെടണമെന്ന് പറയാനും കഷ്ടം അനുഭവിക്കണമെന്ന് പറയുമ്പോഴോ ഇത് കഠിന വാക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ക്രൂശിനെയാണ് കർത്താവ് ആദ്യമേ വെളിപ്പെടുത്തിയത്. രണ്ടാമതായി എന്തായിരുന്നു അവിടെ ഈ കർത്താവ് ക്രൂശിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസിന്റെ പ്രതികരണം? 22ഉം 23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നൊരു വിശദീകരണമുണ്ട്. 22ാം വാക്യം നമുക്കൊന്ന് നോക്കാം. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവ് ക്രൂശിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറയുക, കർത്താവേ, അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, മോനെ പത്രോസേ എന്നല്ല, സാത്താനേ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് യേശുവിനെ ശാസിക്കുക. പത്രോസ് അവന്റെ ഒരിക്കൽ കുറച്ചു മുമ്പ് കർത്താവിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥരായ. ഇപ്പൊ അതേ ആളെ വിളിച്ചതല്ലാതെ സാത്താനേതാ വിളിച്ചത്. നമ്മൾ മനുഷ്യർ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇത്ര വലിയ വെളിപ്പാട് പറഞ്ഞ പത്രോസിനെ തെറ്റാവരം വല്ലതും ഉണ്ടായിരുന്നു? ഒരു തെറ്റാവരവും ഇല്ല. പത്രോസിനെ ഉടനടി സാത്താനേതാ വിളിച്ചത്. ഇത്രയും വലിയ കാര്യം പറഞ്ഞ പത്രോസിനെ സാത്താനെ വിളിച്ചു. കാര്യം തന്നെ, അവൻ തെറ്റിപ്പോയി. പത്രോസിന്റെ ചിന്തയിൽ ക്രിസ്തുവിന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. ഹി വാണ്ടഡ് എ മെസ്സിയ വിതൗട്ട് ക്രോസ്. ക്രൂശില്ലാത്ത രക്ഷകനെയാണ് പത്രോസിന് വേണ്ടത്. കഷ്ടം അനുഭവിക്കാത്ത ക്രിസ്തുവിനെയാണ് പത്രോസിന് വേണ്ടത്. നല്ല കിരീടമൊക്കെ വെച്ച് രാജാതി രാജാവായ ക്രിസ്തു. പക്ഷെ കർത്താവ് പറഞ്ഞ എന്നാ, മനുഷ്യന്റെ കാര്യം എപ്പോഴും അങ്ങനെ. മനുഷ്യർക്ക് ക്രൂശ്, അതെ, മനുഷ്യന്റെ ഇഷ്ടം എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഈ കഷ്ടതയില്ലാത്ത അതെ, ഈ കർണരസമാകുമാറുള്ള ടിക്ലിംഗ് സെർമൺസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ടിക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ തൂവലും കൊണ്ട് ചെവിയിലിട്ട് വെച്ച് ഇങ്ങനെ ഒരു സുഖമുണ്ടല്ലോ, അങ്ങനത്തെ പ്രസംഗം. കാര്യം അതിനകത്ത് ബൈബിളൊക്കെ പറയും കേട്ടോ. ബൈബിൾ പറഞ്ഞാലും ടിക്ലിംഗ് പ്രസംഗമാ. പക്ഷേ ബൈബിളിൽ നിന്നാണ് പറയുന്നത്, പക്ഷെ ബൈബിളിന്റെ ആകത്തുകയല്ല. ബൈബിളിൽ നിന്നാ പ്രസംഗമൊക്കെ.
പക്ഷേ ബൈബിളിൻ്റെ ആകത്തുകയല്ല. ഇവിടെ ഗ്ലോറി വിത്തൗട്ട് സഫറിങ്, മഹത്വം വേണം പക്ഷേ കഷ്ടത വേണ്ട. ഒരു ക്രൂശില്ലാത്ത മശിഹ, അപൂർണമായ ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ്. ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പൂർണ്ണമായും പ്രസംഗിക്കണം. ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പഠിപ്പിച്ചതെല്ലാം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചും കൊണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും, നോട്ട് പാർഷ്യൽ, നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള മെസ്സേജ് മാത്രമാണെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല കേട്ടോ, അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ സകല സത്യത്തിലും നമ്മൾ എന്ത് ചെയ്യും? വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. യേശു ഈ പത്രോസിന്റെ ഈ ചിന്തയെ സാത്താന്യ ചിന്തയോടാണ്, ഇവിടെ സാത്താനെ എന്ന് വിളിച്ചാൽ പിശാച് പത്രോസ് സാത്താനാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യാണ്? പത്രോസിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഇത് പറയിപ്പിച്ചപ്പോൾ പത്രോസിന്റെ മേലെ ആരുടെ സ്വാധീനമാണുള്ളത്? സാത്താന്റെ സ്വാധീനമാണുള്ളത് എന്ന് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തോണം, ഈ കഷ്ടതയെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ആരുടെ ചിന്തയാണ്? അത് ദൈവത്തിൻ്റെതല്ല എന്ന കർത്താവ് അവിടെ എടുത്തു പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പരീക്ഷിക്കപ്പെട്ടു. യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാ പറഞ്ഞേ? ഇതൊക്കെ നിനക്ക് തരാം, നീ ഈ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതല്ലേ, നീ ദൈവം സൃഷ്ടിച്ച ഭൂമി ശാപഗ്രസ്തമായി, ഈ ഭൂമിയും ഭൂമിയിലുള്ള സകല സൃഷ്ടികളും ശാപത്തിന്റെ കീഴിലായി, നീ ഈ സൃഷ്ടിയെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്നതല്ലേ, ഞാൻ ഇതൊക്കെ നിനക്ക് തരാം. മത്തായി 4:8, 9, 10 വാക്യങ്ങളിൽ പറയുകയാണ്, നീ എന്ത് ചെയ്താൽ മതി? വീണ് നമസ്കരിച്ചാ മതി, നീ ക്രൂശി മരിക്കൊന്നും വേണ്ട. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഇവര് മുഖത്ത് തുപ്പും, താടിയെ പിടിച്ചു വലിക്കും, തലയിൽ മുൾക്കിരീടം വെക്കും, ചാട്ടവാറ് കൊണ്ട് പുറം അടിച്ചു കീറും, ക്രൂശിക്കപ്പെടും. വഴിയെ പോകുന്നവരൊക്കെ അല്ലേലും എനിക്കറിയാവുന്നു ഇവനൊരു കള്ളനാണ്, തല കുലുക്കി ദുഷിച്ച്, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും കൂടെ രക്ഷിക്കുന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച ഇപ്പോ ഇതെല്ലാം നിനക്ക് തരാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്കൊക്കെ കഷ്ടതയില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ കഷ്ടതയുടെ കയ്പുനീരിന്റെ കണ്ണുനീരിന്റെ പാനപാത്രം കുടിക്കാൻ തന്നാൽ യേശു കർത്താവ് ആ കഷ്ടതയെ ഏറ്റെടുത്തതുപോലെ നമ്മളും അതിന് തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും രോഗമായിട്ടൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും അത് കീറണം, സ്റ്റിച്ചിടണം. അയ്യോ, എനിക്ക് കീറാതെ വല്ല മാർഗമുണ്ടോ? നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതല്ലേ, കീറാതെ സൗഖ്യമാക്കുന്ന വല്ല പരിപാടിയുണ്ടോ? കീറിയാൽ തന്നെ ഏറ്റവും ചെറുതാക്കണം അല്ലേ, കീ ഹോൾ ആക്കണം. പക്ഷെ മുഴയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് കീ ഹോൾ പറ്റുമോ ഇല്ലയോ എന്ന് ഡോക്ടർ പറയും. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും സർജറി ഇല്ലാതെ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന രോഗിയെ പോലെയാണ്. വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ക്രൂശില്ലാതെ വീണ്ടെടുപ്പില്ല. മത്തായി 16:23 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഈ സന്ദേശമാണ് ഓർത്തിരിക്കേണ്ടത്. യാഗമില്ലാതെ സൗഖ്യം തരുന്ന കള്ള സുവിശേഷത്തെ, വേറൊരു സുവിശേഷത്തെ സൂക്ഷിച്ചു കൊള്ളണം. ക്രൂശിനെ മാറ്റി നിർത്തി ഒരു സുവിശേഷം ആരേലും പറഞ്ഞാൽ അത് വേറൊരു സുവിശേഷം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വേറൊരു സുവിശേഷം. എന്തൊരു അപകടം പിടിച്ച കാര്യമാണെന്ന് ഓർക്കണേ. അതിനും പേരെന്നെ സുവിശേഷമാണ്, പക്ഷെ വേറൊരു സുവിശേഷം. കേൾക്കുമ്പോൾ നമുക്ക് സുവിശേഷ പ്രസംഗമാണെന്ന് തോന്നും, പക്ഷെ അത് വളരെ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്.
നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ടത് കൊലോസ്യർ 3:1-2 വാക്യങ്ങളിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നമ്മൾ പലപ്പോഴും ഈ കഷ്ടതയെക്കുറിച്ച് ഓർക്കണം. അത് ദൈവം നമുക്ക് അനുവദിച്ചതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. മൂന്നാമത്തെ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ദ റിക്വയർമെന്റ് ഓഫ് ദ ക്രോസ്. യേശു ആദ്യം ഒരു മാതൃക കാണിച്ചു തന്നു, എനിക്ക് ക്രൂശുണ്ട്. രണ്ടാമത് നമ്മൾ കണ്ടു ആ ക്രൂശ് വേണ്ടെന്നുള്ളതാണ് മനുഷ്യന്റെ പ്രതികരണം. മൂന്നാമത് നമ്മൾ കാണുന്നത് ഈ ക്രൂശിന്റെ അനിവാര്യതയാണ്, അല്ലെങ്കിൽ ആവശ്യകതയാണ്. ദ റിക്വയർമെന്റ് ഓഫ് ദ ക്രോസ്. 24 വാക്യം നോക്കി. അവിടെ യേശു പറയുന്നത് എന്താ? പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ യേശു കർത്താവ് ശിഷ്യത്വത്തിന്റെ ഇത് ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ആ മസ്റ്റ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മസ്റ്റ്. എന്താണ് മസ്റ്റ്? നീ ഉറപ്പായി എന്ത് ചെയ്യണം? ക്രൂശ് എടുക്കണം, ശിഷ്യനാകണം. നമ്മൾ ഈ മത്തായി 28:19 വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് പറ്റുന്നവരെയൊക്കെ ശിഷ്യരാക്കാനാണോ? സകല ജാതികളെയും. അതായത് ഈ ശിഷ്യത്വം ഒരു ഓപ്ഷണൽ അല്ല. ABCD ഇഷ്ടമുള്ളതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാവുന്നല്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതെന്താ? ശിഷ്യത്വത്തിന്റെ വഴിയാണ്. അതുകൊണ്ടാണ് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിക്കുന്നെങ്കിൽ വേറെ ഒരു മാർഗത്തിലും എൻ്റെ പിന്നാലെ വരാൻ പറ്റത്തില്ല. ശിഷ്യനായി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻ്റെ പുറകെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ എത്ര കണ്ടീഷൻ ഉണ്ട് അവിടെ? ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടു. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഒന്ന്, തന്നെത്താൻ ത്യജിക്കണം. ഡിനൈ ദംസെൽസ്, ഡിനൈ ഹിംസെൽഫ്. തന്നെത്താൻ ത്യജിക്കുക. എന്താ ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോ ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോ ചിലരുടെ വിചാരം നമ്മുടെ ചില താല്പര്യങ്ങളൊക്കെ ത്യജിക്കുക എന്നാണ്. ഉദാഹരണം ഞാൻ പറയാം. ഈ നോമ്പ് കാലത്ത് ആളുകൾ ഇറച്ചി മീനും ഒക്കെ മാറ്റി വെക്കുമല്ലോ. ഇതാണോ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞ? അല്ല. അത് തന്നെത്താൻ ത്യജിക്കുകയല്ല, തനിക്ക് ഇഷ്ടമുള്ളത് ചിലത് ത്യജിക്കുക ചെയ്തത്. അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിന്റെ കൂട്ടത്തിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ശിഷ്യത്വത്തിന്റെ ഒരു പരിപാടിയല്ല. അതായത് 50 ദിവസത്തേക്ക് ബിരിയാണി തിന്നുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ശിഷ്യത്വമല്ല, അതൊരു സെൽഫ് ഡിസിപ്ലിനാണ്. നമ്മുടെ ഇച്ഛകളെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു ട്രെയിനിങ്. അതായത് നമ്മളിൽ പ്രലോഭനം വരുമ്പോൾ നോ പറയാനുള്ള ഒരു ട്രെയിനിങ് മാത്രമാണ്. അത് ശിഷ്യത്വമല്ല. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി ആ വഴിയെ പോകുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ താല്പര്യങ്ങളെ, എൻ്റെ ലക്ഷ്യങ്ങളെ തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ്? മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടത്തെയാണ്. അതായത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഞാൻ ആരാകാൻ ഇച്ഛിക്കുന്നു എന്നുള്ളതിനേക്കാൾ എന്നെ കുറിച്ച് ക്രിസ്തു എന്ത് ആഗ്രഹിക്കുന്നു അത് ഞാൻ തെരഞ്ഞെടുക്കുന്നു. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സെന്റേർഡ് ലിവിങ്ങിനെ സാക്രിഫൈസ് ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ്. നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ പാടുന്ന അതാണ്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ ഇഷ്ടം ഇതാണ്, ഇത് നടത്തി തരണം. അപ്പൊ അവിടെ എന്താ പ്രശ്നം? അവിടുത്തെ പ്രശ്നം നമ്മുടെ താല്പര്യങ്ങളൊന്നും പറയണ്ട എന്നല്ല, പക്ഷെ കർത്താവിന്റെ ഇഷ്ടം മനസ്സിലായാൽ അതിനായിട്ട് എൻ്റെ ഇഷ്ടത്തെ
എന്റെ ഇഷ്ടത്തെയല്ല, എന്നെ തന്നെയാണ് അത് ത്യജിക്കുന്നത്. ഇച്ചിരി കട്ടിയാവട്ടോ. എന്നെ തന്നെ ഞാൻ ത്യജിക്കുകയാണ്. അവിടെ ഞാനില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ. അവിടെ ഞാൻ എന്നെ തന്നെ ത്യജിച്ചു കഴിഞ്ഞു. അതെ, നമ്മൾ ചത്തെന്ന അതിന്റെ അർത്ഥം. തന്നെത്താൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി എന്തുമാകാൻ പൗലോസ് തയ്യാറായില്ലേ? അതിനുവേണ്ടി നാണം കെടണമെങ്കിൽ നാണം കെടാൻ, അതിനുവേണ്ടി അപമാനിക്കപ്പെടണമെങ്കിൽ അപമാനിക്കപ്പെടാൻ, മറ്റുള്ളവരാൽ തള്ളിക്കളയപ്പെടണമെങ്കിൽ തള്ളിക്കളയപ്പെടാൻ, മറ്റുള്ളവരാൽ കൊല ചെയ്യപ്പെടണമെങ്കിൽ കൊല ചെയ്യപ്പെടാൻ വരെ തയ്യാറായപ്പോഴാണ് ആ സ്വയം തന്നെത്താൻ ത്യജിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കണ്ടീഷനുണ്ട്. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ എന്നറിയാമോ? തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത്. ഇവിടെ ആരുടെ ക്രൂശായത്? തന്നെത്താൻ ത്യജിച്ച്, അടുത്ത വാക്ക് എന്താണ്? തന്റെ ക്രൂശ് എടുക്കുക. ഇത് തന്റെ എന്ന് പറയുമ്പോൾ ആരുടെ ക്രൂശാ? യേശുവിന്റെ ക്രൂശാണോ? അനേകം ആളുകളും വിചാരിക്കുന്നത് യേശു ചുമന്ന പോലെ ഒരു മരത്തിന്റെ കുരിശ് നമ്മൾ ചുമക്കണമെന്നാ. അതല്ല. ചിലര് ചില സീസണിലൊക്കെ കാണാമല്ലോ, വലിയ തെങ്ങ് വെട്ടി കുരിശുണ്ടാക്കിയിട്ട് അത് വലിച്ചോണ്ട് പോകുക. കാര്യം അവരുടെ വിചാരം ഈ വാക്യം ഞാൻ അനുസരിക്കുകയാണെന്നാ. അവിടെ തന്റെ ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമുക്ക് വരുന്നതായ കഷ്ടതകൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമുക്ക് നേരിടേണ്ടതായ നിന്ദകൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നാം സഹിക്കേണ്ടതായ പീഡനങ്ങൾ. ചിലർക്ക് വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. ഭാര്യയെ നോക്കി വെച്ചാ പറഞ്ഞേ കർത്താവ് ക്രൂശ് എടുക്കാനാ പറഞ്ഞേ. ആരാ ക്രൂശ്? ഭാര്യയാണോ ക്രൂശ്? ഭാര്യയുടെ ക്രൂശ് ഭർത്താവാണോ? ഓ, ഈ കുരിശ് എന്ന് തീരുവോ? ആ കുരിശല്ല ഇത്. ചിലരുടെ വിചാരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളാണ് കുരിശെന്ന. അല്ല, അത് കുരിശല്ല. കാരണം കുരിശ് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുക്കുന്നതാ. രോഗം നമ്മൾ എടുക്കുന്നതാണോ അതോ വന്നു ചേരുന്നതാണോ? വന്നു ചേരുന്ന അല്ലേ. നമ്മൾ ആരേലും ഒരു രോഗം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ വരട്ടെ വരട്ടെ നമ്മൾ എടുക്കുവോ? നമ്മൾ കൈ കഴുകിയത് എന്തിനാ കുറെ കാലം? ഇത് വരാതിരിക്കാനാ അല്ലേ? ഗ്ലൗസ് വെച്ച് മാസ്ക് വെച്ച് എന്തിനാ? രോഗങ്ങളല്ല ക്രൂശ്. ഒരു മനുഷ്യന് സ്വാഭാവികമായും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന രോഗമോ അപകടമോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടുകളോ ഇതൊന്നും അല്ല ക്രൂശ്. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? ഇത് വരുമെന്ന് അറിഞ്ഞോണ്ട് എന്ത് ചെയ്യാണ്? ഈ നിന്ദയും പരിഹാസവും കഷ്ടതയും എടുക്കുകയാണ്. അതാണ് ക്രൂശ്. നമ്മളൊരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവര് ആട്ടി ഓടിക്കുമെന്ന് അറിയാം, എന്നാലും നമ്മൾ ട്രാക്റ്റുമായിട്ട് ചില വീട്ടിൽ കയറി ചെല്ലും. അത് ക്രൂശ് എടുക്കല. വേണമെങ്കിൽ അത് ഒഴിവാക്കാം അല്ലേ, പോകാതിരുന്നാൽ മതി. അപ്പൊ ക്രൂശ് തെരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ. തന്നെത്താൻ ത്യജിക്കണം. 2, തന്റെ ക്രൂശ് എടുക്കണം. ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: ഐ ആം ഡെഡ് ടു മൈ ഓൺ വിൽ. എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു, ചത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 3 മറ്റൊരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട് ശിഷ്യത്വത്തിൻ്റെ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഫോളോ മീ. എന്താ ഈ ഫോളോ മീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഈ അനുഗമിക്കുക എന്ന് പറയുന്ന ഒരു തുടർമാനമായ പ്രക്രിയയാണ് അല്ലേ? അതൊരു കണ്ടിന്യൂവൽ ഒബീഡിയൻസ് ആണ്, തുടർച്ചയായ അനുസരണമാണ്. യേശുവിന്റെ ശിഷ്യനാകുമ്പോൾ എന്തെങ്കിലും ഒരു ഇച്ചിരി അനുസരിച്ചിട്ട്, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ഇച്ചിരി അനുസരിച്ചേച്ച്
എല്ലാം അനുസരിച്ചെന്നുള്ള ഭാവത്തിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ. എൻ്റെ ഇളയ മോൻ അവനോട് ഇപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ പഠിക്കാൻ പറഞ്ഞ് പുള്ളി ഒന്ന് വേഗം വായിച്ചു നോക്കിയേച്ച് ഒരു ഇച്ചിരി പഠിക്കും. എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ലൈൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയും, പിന്നെ എല്ലാം തപ്പിപ്പെറുക്കിയും മറന്നും ഒക്കെ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പഠിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അവനെ ഇരുത്തി 148 സങ്കീർത്തനം ഫുള്ള് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ആദ്യത്തെ ഒരു 8 വാക്യം ശരിക്കും പഠിച്ചു, പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കുക, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ വരമ്പ് തന്നെ ഞാൻ മൊത്തം പഠിച്ചു. ശരിക്കും പഠിച്ചോ? അവസാനം വരെ പഠിച്ചു, എല്ലാം പഠിച്ചു. അനേക ശിഷ്യന്മാരെന്ന് പറയുന്നവരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഒരു ഇത്തിരി അനുസരിക്കും, ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുക ആയിരിക്കുകയും ചെയ്യും. ശിഷ്യത്വം തുടർമാനമായ കണ്ടിന്യൂവൽ എല്ലാ ദിവസവും അനുസരണമാണ്. ഡെയിലി സബ്മിഷൻ ടു ക്രൈസ്റ്റ് ലീഡർഷിപ്പ്. ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 8:31 എന്താ പറയുന്നത്? യോഹന്നാൻ 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. വചനത്തിൽ നിലനിൽക്കുക, അതിന്റെ അർത്ഥം എന്താ? നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അനുസരിച്ചെന്നുള്ളതല്ല, അനുസരിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് നിലനിൽക്കുക. എങ്കിലാണ് നിങ്ങൾ ആരാകുന്നത്? യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ ആകുന്നത്. ലൂക്കോസ് 9:23 ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ വാക്യത്തെ അവിടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വാക്ക് ലൂക്കോസ് എടുത്ത് പറയുന്നുണ്ട്, ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാൾതോറും, ഇടവേളയില്ല. ചീറ്റ് ഡേ ഇല്ലെന്ന് പറയും. ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ പറയുന്ന ഒരു വാക്കാ ചീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അവര് ആഴ്ചയിൽ 6 ദിവസവും ഭക്ഷണമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കഴിക്കുന്നു. അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, എണ്ണയെ പൊരിച്ചില്ല. പക്ഷെ അവസാനം ഒരു ദിവസം ചീറ്റ് ഡേ വെക്കുന്നു, അന്ന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. പക്ഷെ ശിഷ്യത്വത്തിൽ ചീറ്റ് ഡേ ഇല്ല. ശിഷ്യത്വത്തിൽ എന്താ ഉള്ളതെന്നറിയാവോ? നാൾ തോറും. അതിനകത്ത് ഹോളിഡേ ഇല്ല. ഇന്ന് പോസ്റ്റ് ഓഫീസിന് അവധി ദിവസമാണ്. ഇന്ന് എന്തോ എനിക്ക് തോന്നുന്നു ഗുരുനാനാക്ക് ജയന്തി എന്തോ ആണെന്ന് തോന്നുന്നു, എന്തോന്നറിയില്ല, എന്തോ ഒരു അവധി ദിവസം. കേരളത്തിലുള്ള ആർക്കും അവധിയില്ല, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അവധിയുള്ളൂ. കാര്യം എന്നാ? ഒരു ഹോളിഡേ. ശിഷ്യത്വത്തിന് അവധി ദിവസം ഉണ്ടോ? ഓ, ഞാൻ ഇത്ര നാൾ യേശുവിനെ അനുഗമിച്ചതല്ലേ, ഇന്നൊരു ദിവസം അവധി ഇല്ല. 24/7 ശിഷ്യത്വത്തിന് അവധിയില്ല. ഒരിക്കൽ ഒരു മിഷണറി ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു ചെയർ എടുത്ത് കൊടുത്തേച്ചു പറഞ്ഞു, നീ എവിടെ പോയാ ഈ ചെയർ യേശുവാണെന്ന് വിചാരിക്കുക, നീ എവിടെ പോയാലും യേശുവിനെയും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇവൻ എവിടെ പോയാലും യേശുവിനെയും കൂടെ കൊണ്ടുപോകും. മാർക്കറ്റിൽ പോയപ്പോഴൊക്കെ യേശുവിനെ കൂടെ കൊണ്ടുപോയി. അപ്പൊ ആൾക്കാരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി. അപ്പോ അവൻ പറഞ്ഞൊരു മറുപടി ഇതാണ്, യു ലാഫ് അറ്റ് മീ ഫോർ ക്യാരിയിങ് ജീസസ്, ബട്ട് ഹൗ മെനി ക്രിസ്ത്യൻസ് ലീവ് ഹിം ബിഹൈൻഡ്. ഞാൻ യേശുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങളെ, അല്ലെങ്കിൽ യേശുവിനെ കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുന്നു. എത്രയോ ക്രിസ്ത്യാനികളാണ് യേശുവിനെ വീട്ടിൽ വെച്ചേച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ യേശുവിനെ വീട്ടിൽ വെക്കും, പള്ളിയിൽ പോകുമ്പോൾ മാത്രം യേശുവിനെ കൂടെ കൊണ്ടുപോകും. യേശുവിനെ മാറ്റിവെച്ച് ഡിസൈപ്പിൾഷിപ്പ് മീൻസ് ജീസസ് ഗോസ് എവരിവെയർ വി ഗോ. നമ്മൾ പോകുന്നിടത്തെല്ലാം ആരും കൂടെയുണ്ട്. ആരും കൂടെയുണ്ട്. പണ്ടൊരു TV-യിൽ പരസ്യം ഉണ്ടല്ലോ, എവിടെ പോയാലും വേറെ പറയുകോ. ഞങ്ങളുടെ നെറ്റ്വർക്കും കൂടെ ഉണ്ടെന്നാ ഒരു പട്ടി കൂടെ നടക്കുന്ന ഒരു പരസ്യം. അതല്ല, യേശു, കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ. ദ ക്രോസ് ഈസ് നോട്ട് എ പീസ് ഓഫ് ജ്വല്ലറി അല്ലേ? അനേകർക്കും കുരിശെന്ന് പറഞ്ഞാൽ മാലയുടെ അറ്റത്തൊരു കുരിശാണ്. അത് ഇടരുതെന്നൊന്നും ഞാൻ ആരോടും പറയില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ഇടാമെന്നോ ഇടരുതെന്നോ ഒന്നും നിയമം ഉണ്ടാക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ക്രൂശ് അതാണെന്ന് വിചാരിക്കരുത്. കഴുത്തേൽ ഒരു മാലയുടെ അറ്റത്ത് ഒരു കുരിശിട്ടേച്ച് ഞാൻ ശിഷ്യനാണെന്ന് ആരേലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും സോറി, ഇതല്ല പ്രമാണം.
ശിഷ്യത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജ്വല്ലറി ബട്ട് എ ഡെയിലി റിയാലിറ്റി ഓഫ് ഒബീഡിയൻസ്. അനുദിനം ക്രിസ്തുവിനെ അനുസരിക്കുന്ന അനുഭവമാണ് ശിഷ്യത്വം. അനുദിനം ക്രിസ്തുവിനെ പിന്തുടരുന്നതാണ് ശിഷ്യത്വം. അതാണ് ക്രൂശ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തമായി പരിശോധിക്കണം. ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിക്കണം, തന്റെ ക്രൂശ് എടുക്കണം, യേശുവിനെ തുടർമാനമായി അനുസരിക്കണം. അതിന് ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ സുഖങ്ങൾ വേണ്ടെന്ന് വെക്കും, സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, സമൂഹത്തിന്റെ അംഗീകാരം ചിലപ്പോൾ നഷ്ടപ്പെടും. എന്റെ വിചാരം ഒരു നല്ല ശിഷ്യൻ ഇലക്ഷൻ മത്സരിച്ചാൽ തോറ്റുപോകും. കാര്യം എന്നാ അറിയോ, അവന് ഈ എല്ലാ വഴിയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. കാരണം സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതിന്റെ അർത്ഥം ഇലക്ഷൻ നിങ്ങൾക്ക് സാക്ഷ്യം കിട്ടില്ല എന്നല്ല. ഒരു പ്രാവശ്യം ജയിക്കുമായിരിക്കും കേട്ടോ, ഒരു പ്രാവശ്യം ജയിക്കും, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ജയിക്കില്ല. കാരണം ആദ്യം ഈ ജയിച്ചു കഴിഞ്ഞാൽ വളഞ്ഞ വഴിയിലുള്ള മാർഗം നേടാൻ വേണ്ടി നമ്മളെ സഹായം ചോദിക്കും ആൾക്കാർ. പിന്നെ ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യില്ല, കാരണം നമ്മളത് ചെയ്യാതിരുന്നാൽ. ചെയ്തു കൊടുത്താൽ ജയിക്കും, അപ്പൊ ശിഷ്യത്വം പോയി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ശിഷ്യത്വത്തിനകത്ത് അതിന്റെ പ്രയാസങ്ങളുണ്ടാകും, തീർച്ചയായും പ്രയാസങ്ങളുണ്ടാകും. ശിഷ്യത്വം എന്ന് പറയുന്നത് നാം വലിയ വില കൊടുക്കേണ്ട ഒരനുഭവമാണ്. നിങ്ങൾ ഈ ആഴ്ച ഒരുപക്ഷെ ഒത്തിരി കേട്ടിട്ടുണ്ടാവും, ജമീമ റോഡ്രിഗ്സ് അല്ലേ? ഇന്ത്യക്ക് വേണ്ടി സെമി ഫൈനലിൽ സെഞ്ചുറി അടിച്ച കളിക്കാരിയാണ്. കഴിഞ്ഞ വർഷത്തെ 2024 ജമീമയ്ക്ക് ഭയങ്കര നഷ്ടത്തിന്റെ വർഷമായിരുന്നു. ജമീമയുടെ പിതാവ്, അവര് യഥാർത്ഥത്തിൽ മംഗലാപുരംകാരാണ്, ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു. എന്നാൽ ജമീമയുടെ പിതാവ് ഒരു കോച്ചാണ്, ക്രിക്കറ്റ് കോച്ചാണ്. അവര് മുംബൈയില് ബാണ്ടൂപ്പിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. അതെ, ബാണ്ടൂപ്പില് അവിടെ ചെന്നു. അവിടെ വെച്ച് കർത്താവിനെ അറിഞ്ഞു. ഇവര് കുടുംബമായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു കുടുംബമാണ്. സെമി ഫൈനലിൽ കളി ജയിപ്പിച്ചു കഴിഞ്ഞ് ജമീമയോട് അവസാനം ഈ പ്രസന്റേഷൻ സമ്മാനദാന ചടങ്ങിൽ വെച്ച് ജമീമയാണ് മാൻ ഓഫ് ദ മാച്ച്. ജമീമയോട് ചോദിച്ചപ്പോൾ ജമീമ ആദ്യം പറഞ്ഞ വാചകം, ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ജീസസ്. യേശുവിന് ഞാൻ നന്ദി പറയുക. ഒരു വർഷം മുമ്പ് ജമീമയ്ക്ക് ഒത്തിരി നഷ്ടം വന്നതിന്റെ കാരണം ജമീമയുടെ പിതാവിന്റെ മേൽ മതപരിവർത്തന കുറ്റം ആരോപിച്ചു. മുംബൈയിലുള്ള ജിംഖാന ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തു കളഞ്ഞു. നഷ്ടത്തിന്റെ വർഷമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം അത് വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ വർഷം അവൾ ലോകത്തിന്റെ മുന്നിൽ ഈ ക്രിസ്തുവിനെ ഉറക്ക സാക്ഷിച്ചു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവക്ക് നല്ല ഭാവി ആയിരിക്കുമോ ക്രിക്കറ്റിൽ? എൻ്റെ ഒത്തിരി ക്ലേശങ്ങൾ ഇതിന്റെ പേരിൽ സഹിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ടീമിൽ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ലഭിക്കേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ വന്നേക്കാം. പക്ഷെ ധൈര്യത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു, ഞാൻ യേശുവിനെ. അതെ അതെ, അതായത് അതിലേക്ക് ഇനി വരുന്നുണ്ട്, അത് അടുത്ത ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം. ജമീമ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു കൊടുത്തു. അവള് പിന്നീട് പറഞ്ഞ 4.5 മിനിറ്റോളം ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. 4.5 മിനിറ്റോളം അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കളിയുടെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി സ്റ്റാമിനയൊന്നും ഉള്ള ആളല്ല. ഞാൻ ടയേർഡായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ശാന്തയായി ഇരിക്കുക, ഐ വിൽ ഫൈറ്റ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞത് ഓസ്ട്രേലിയക്കാരെ ഞാൻ തോൽപ്പിച്ചെന്നുള്ള അർത്ഥം യേശു തോൽപ്പിച്ചെന്നല്ല, എന്റെ ബലഹീനതയിൽ കർത്താവ് എന്നെ ശക്തീകരിച്ചു എന്നാണ്. കർത്താവ് ക്രിക്കറ്റ് കളിക്കാനൊന്നും ഇറങ്ങുന്ന ആളല്ല. കർത്താവ് അല്ല ക്രിക്കറ്റ് കളി ജയിപ്പിക്കുന്നയാൾ. പക്ഷെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈതല് അവളുടെ ബലഹീനതയിൽ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് അവൾക്ക്
കർത്താവ് ക്രിക്കറ്റ് കളിക്കാരല്ല. പക്ഷേ കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതില് ഏത് സാഹചര്യത്തിന് നടുവിൽ സഹായം ചോദിച്ചാൽ അല്ല, ഏതൊരു സാഹചര്യത്തിലും കർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടല്ല നമ്മൾ സോഫ്റ്റ്വെയർ ജോലി ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്നത്. കർത്താവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. അവളത് ഉറക്കെ സാക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. നാലാമത്തെ കാര്യം, ദ റിവാർഡ് ഓഫ് ദ ക്രോസ്. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞാൽ ശിഷ്യത്വത്തിന്റെ പ്രതിഫലം. ഈ ക്രൂശ് കഷ്ടതയാണ്, പക്ഷെ ക്രൂശ് ഒത്തിരി കാര്യങ്ങളെ മടക്കി തരുന്നുണ്ട്. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 25-ാം വാക്യത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നത്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യും? അതിനെ കളയും. ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ കിട്ടും, അല്ലെങ്കിൽ കണ്ടെത്തും. ഇതിലും വലിയൊരു വിരോധാഭാസം വേറെ ഉണ്ടോ? ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും, കളയാതെ സൂക്ഷിച്ചു വെക്കാൻ നോക്കിയാൽ അതിനെ കളയുകയും ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ നാം യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 24 തോന്നുന്നു വാക്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നിങ്ങളൊരു യഥാർത്ഥ ശിഷ്യനാകുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ആ ജീവനെ കണ്ടെത്തുന്നത്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു, പക്ഷേ അനേക ജീവനുകൾ അതിൽ നിന്ന് ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു, അല്ലേ? ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് കഴിയുമ്പോൾ ഒരു മണിയിൽ നിന്നാണ് ഒരു ചെടി ഉണ്ടാകുന്നത്. ആ ചെടിയിൽ എത്ര ഗോതമ്പ് മണികൾ ഉണ്ടാകും? എന്താണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് ചോദിച്ചാൽ ഇതാണ്. നമ്മുടെ ജീവനെങ്കിൽ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ സ്വയം സൂക്ഷിക്കുകയല്ല, ക്രിസ്തുവിൻ്റെ മുമ്പിൽ നാം സ്വയം സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ലോകം നമ്മളോട് പറയും നീ നിനക്ക് വേണ്ടി ജീവിക്കണം, പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നു നീ സ്വയത്തിന് മരിക്കണം. ലോകം നമ്മളോട് പറയുന്നതല്ലേ, ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കും. പക്ഷെ വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താ? കർത്താവിന് വേണ്ടി ജീവിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വയത്തിന് മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഒന്നാമത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നാം ശിഷ്യനാകുമ്പോൾ അല്ലെങ്കിൽ ക്രൂശെടുക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ജീവൻ എന്നുള്ളതാണ്. അഥവാ നമ്മളിലൂടെ അനേക ജീവനുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. 2, 26-ാം വാക്യത്തിൽ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ആത്മാവിൻ്റെ വില. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? രണ്ടാമതായി നമ്മളവിടെ കാണുന്നത് സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ് ഓരോരുത്തരുടെയും ആത്മാവ്. അതായത് നമ്മൾ സർവ്വലോകവും നേടി, പക്ഷെ നമ്മുടെ ആത്മാവ് നിത്യതയിലെത്തിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അനന്തരഫലം? ജിം എലിയട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ? 25-ാം വയസ്സിൽ മരിച്ചൊരു മിഷണറിയാണ്. ഇക്വഡോറിൽ, തെക്കേ അമേരിക്കയിലെ ഔക്ക ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ പോയ മിഷണറിമാരുടെ കൂട്ടത്തിലെ ഒരു നേതാവാണ് ജിം എലിയട്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ഹി ഈസ് നോ ഫൂൾ ഹു ഗിവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. എല്ലാം മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആരാണ് വിഡ്ഢി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാ വിഡ്ഢി? വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. തനിക്ക്
അതായത് തനിക്ക് സ്വയം സൂക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യം നമുക്ക് നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കാൻ കഴിയുമോ? ഏത് നിമിഷവും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടും അല്ലേ? നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തൊരു കാര്യം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ അതിലും വലിയൊരു വിഡ്ഢി. കാരണം എന്തായാലും നഷ്ടപ്പെടും. ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം. ഇന്നത്തെ വെളിച്ചത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് കേട്ടോ. ഇന്ന് ലോകം എന്ത് പറയുന്നു, ലോകം നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതായിരിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ തീരുമാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം. നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ലോകം തരുന്ന സ്ഥാനമാനങ്ങളോ നേട്ടങ്ങളോ ആയിരിക്കരുത്, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം ചിലപ്പോഴൊക്കെ നമുക്ക് തരുന്നത് പണം തന്നേക്കാം, പ്രശസ്തി തന്നേക്കാം, അധികാരം തന്നേക്കാം. പക്ഷേ നിത്യജീവൻ, നിത്യത, അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആകർഷണം. മൂന്നാമതായി അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, 27-ാം വാക്യം, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. നിത്യതയിൽ ഒരു പ്രതിഫലമുണ്ട്. കർത്താവ് മടങ്ങി വരുമ്പോൾ തേജസ്സോടെ അല്ലേ, മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മടങ്ങി വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? ക്രൂശിക്കപ്പെട്ടവനായിട്ടല്ല മടങ്ങി വരുന്നത്, ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തോടെ അല്ലേ, മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവ് മടങ്ങി വരും. അപ്പോൾ കർത്താവ് എങ്ങനായിരിക്കും? നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ഈ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ അവിടെ പെട്ടെന്ന് വിചാരിക്കുക നമ്മൾ ചെയ്ത പാപത്തിന് തക്കവണ്ണം. ഇവിടെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? പ്രതിഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ശിക്ഷയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം റിവാർഡാണ്, അംഗീകാരമാണ്. അപ്പം ഞാൻ കർത്താവിന് വേണ്ടി എന്തുമാത്രം കഷ്ടം സഹിച്ചോ അതിനനുസരിച്ചാണ് എനിക്ക് പ്രതിഫലം. ഒരു വാക്യം വായിക്കാം, റോമാലേഖനം 8-ാം അധ്യായം. അല്ലാതെ കർത്താവിൻ്റെ ഒരു കുറിപ്പ് കാണുമല്ലോ, നമ്മളുടെ ആഗ്രഹം അല്ല 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 തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. ആ വാക്യം ഒന്ന് വായിച്ച് 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ തേജസ്കരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ ത്യാഗമാണ്, അല്ലെങ്കിൽ കഷ്ടാനുഭവമാണ്. കർത്താവിന് വേണ്ടി നമ്മൾ വല്ല കഷ്ടവും സഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി നമ്മൾ ഒരു കഷ്ടവും അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഇങ്ങനെ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് പോലെ ആയിരിക്കും പണ്ടൊക്കെ. ഇപ്പൊ ഈ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് അങ്ങനെ സിസ്റ്റം ഇല്ലല്ലോ. പണ്ട് ഈ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് മങ്ങി കത്തില്ലേ? നമ്മൾ എങ്ങനെ ആയിരിക്കും നിത്യതയില്? മങ്ങി കത്തുന്ന ബൾബായിരിക്കോ, ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരിക്കോ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യമാണ്, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കാണെന്നാ പറഞ്ഞു. നമ്മൾ നിത്യതയിൽ എങ്ങനായിരിക്കും? ഒരു വോൾട്ടേജ് ഇല്ലാതെ കത്തുന്ന ബൾബായിട്ട് നിൽക്കുവോ? തേജസ്കരിക്കപ്പെട്ട് നിൽക്കുവോ? കത്തി നിൽക്കുന്ന ബൾബായിരിക്കുമോ? കർത്താവിന് വേണ്ടി നാം സഹിക്കുന്ന ഓരോ കഷ്ടതയും നിത്യതയിൽ നമ്മുടെ തേജസ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇച്ചിരി പാടാന്ന് എനിക്കറിയാം, കാരണം കഷ്ടതയെക്കുറിച്ചാണ് പറഞ്ഞത്. അത്ര സന്തോഷം തോന്നുന്ന ഒരു അല്ലേ, ഉറക്കി ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ ഇപ്പം ഹല്ലേലൂയ്ക്ക് ഒരു വോൾട്ടേജും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം കഷ്ടതയെ കുറിച്ചൊക്കെ പറഞ്ഞ എന്ത് ഹല്ലേലൂയ പറയാനാ. പക്ഷേ അതെ, ലോകത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാം എങ്ങനെയാ ഇവിടെ കത്തുന്നതിനെ കുറിച്ചാ. പക്ഷെ വേദോത്സവം പറയുന്നത് നിത്യതയിൽ കത്തി ജ്വലിക്കുന്നതിനെ കുറിച്ചാ.
നിത്യതയിൽ കത്തി ജ്വലിക്കാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ കത്തി ജ്വലിച്ചിട്ട് എന്ത് കാര്യം? ഈ ലോകത്തിൽ ജ്വലിച്ച് പ്രകാശിച്ചിട്ട് എന്ത് കാര്യം? പണം കിട്ടി, പ്രതാപം കിട്ടി, പ്രശസ്തി കിട്ടി, ഇത് ഞാൻ ഇതിനൊന്നും എതിരല്ല കേട്ടോ. ജോലി ചെയ്താൽ ഈ ലോകത്ത് പണമൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ക്രിസ്തുവിനെ മാറ്റി വച്ചേച്ച് ഇതിന്റെ പുറകെ മാത്രമാണ് പോകുന്നതെങ്കിൽ നിത്യതയിൽ, അതുകൊണ്ടാണ് പറഞ്ഞത് നീ ദൈവ വിഷയമായി സമ്പന്നനാകണം. നീ ലോകത്തിൽ സമ്പന്നനായി, പക്ഷെ ദൈവ വിഷയമായിട്ടോ ദരിദ്രനാണെങ്കിൽ എന്താ പ്രയോജനം? 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 28-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വാക്യം വായിച്ചിട്ട് മനസ്സിലാകാത്തവരായിരിക്കും ഭൂരിപക്ഷം പേരും. എടാ, എത്രയോ ആൾക്കാർ മരിച്ചു അല്ലേ? പക്ഷെ ഇവിടെ ഈ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം, കർത്താവ് തന്റെ രാജ്യത്തിൽ വന്നത് എപ്പോഴാ, വരുന്നത് എപ്പോഴാ? അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഇപ്പോ ദൈവരാജ്യം ഉണ്ടോ? അപ്പൊ എന്നാ ദൈവരാജ്യം തുടങ്ങി? കർത്താവ് ജീവിച്ചിരുന്നപ്പോഴേ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ. പെന്തക്കോസ്ത് ദിവസമാണോ വന്നേ? ഇവിടെ 2-ാം അധ്യായത്തില് മരണം ആസ്വദിക്കുന്നതിന്, അതെ, ഇവിടെ ഈ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് യേശു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്ന കാര്യം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് ആ തേജസ്കരണം, കർത്താവിന്റെ തേജസ്കരണം. അതായത് ഒരു സാമ്പിളാണത്. കർത്താവ് ആക്ഷരീകമായ ദൈവരാജ്യത്തിൽ എന്തുമാത്രം തേജസ്സുള്ളവനായിരിക്കും എന്നുള്ളതിന്റെ ഒരു സാമ്പിള് കാണുന്ന സ്ഥലമാണ് മത്തായി 17-ാം അധ്യായത്തിൽ. മത്തായി 17-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവര് 4 പേരും കൂടി ഒരു മലയിൽ കയറിപ്പോയിട്ട് അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെടുന്നുണ്ട്. ആ രൂപാന്തരപ്പെടുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? മനുഷ്യപുത്രൻ തേജസ്സിൽ വെളിപ്പെടുകയാണ്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അത് കാണുമെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. എ പ്രിവ്യൂ ഓഫ് ക്രൈസ്റ്റ് ഗ്ലോറി എന്ന് അതിനെ പറയുക. എ പ്രിവ്യൂ ഓഫ് ക്രൈസ്റ്റ് ഗ്ലോറി. കർത്താവ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ആ തേജസ്സോടെയാണോ ഇറങ്ങി വന്നേ? അല്ല, കർത്താവ് സാധാരണ പോലെ ഇറങ്ങി വന്നേ. പക്ഷെ അവിടെ വെച്ച് എന്ത് ചെയ്തു? നിത്യതയുടെ വെളിച്ചത്തിൽ, നിത്യതയിൽ കർത്താവ് എങ്ങനെ വരാൻ പോകുന്നതെന്നുള്ളത് ഈ സാത്താനെന്ന് വിളിച്ച പത്രോസ് കാണുന്നത്, ഉറപ്പിച്ചു കൊടുത്തു. എടാ, നീ ഇത് കാണ്, ഈ നിത്യ തേജസ്സിന്റെ കനം നീ ഒന്ന് കാണ്, എന്നിട്ട് എന്ത് ചെയ്യേ? കർത്താവ് അതിനെക്കുറിച്ചാണ് ഈ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. അവരുടെ ഈ കഷ്ടതയൊക്കെ സഹിക്കാനുള്ള ബലം കിട്ടിയത് ഈ കാഴ്ചയാണ്. ഈ നിത്യ തേജസ്സിന്റെ ആ ഒരു സ്നാപ്ഷോട്ട് അന്ന് കണ്ടു. അതാണ് അവരെ ബലപ്പെടുത്തുവാനും നിലനിർത്തുവാനുമായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് പിന്നീടാണ് ഇവർ വിശ്വാസത്തിൽ ബലപ്പെടുന്നത്. ഇതിനു ശേഷവും വീണ് പോയിട്ടുണ്ട് അല്ലേ? പത്രോസ് 3 വട്ടം യേശുവിനെ തള്ളി പറയുന്നൊക്കെയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവർ ഉറപ്പോടെ, ധൈര്യത്തോടെ, ഞാൻ ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതെ, ഉറപ്പിച്ച് ധൈര്യത്തോടെ പത്രോസ് 3000 പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഈ ശിഷ്യന്മാരായിട്ട് വേണം മടങ്ങിപ്പോകാൻ. വിശ്വാസികളുടെ കൂട്ടമേ എന്ന്, ഇനി വിശ്വാസിയാവുന്നത് തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല, അതിനകത്ത് ശിഷ്യത്വമുള്ള വിശ്വാസികളായിരിക്കണം. കർത്താവ് നമ്മെ വിളിച്ചത് കുരിശിൽ വിശ്വസിക്കാൻ മാത്രമല്ല, കുരിശെടുക്കാൻ കൂടെയാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ എൻ്റെ ബന്ധുക്കാരെ എന്നെ തള്ളിപ്പറയുമോ? തള്ളിപ്പറഞ്ഞാലും ഞാൻ യേശുവിനെ പിൻപറ്റും. എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഞാൻ യേശുവിനെ പിൻപറ്റും. ജെമീമ റോഡ്രിഗസ് പറഞ്ഞതാണ്. നമുക്കൊന്നും അത്രയും നഷ്ടമൊന്നും വരാനില്ല. 140 കോടി ജനം കേട്ടു.
അത്ര അല്ല, ലോകം മുഴുവൻ കേട്ടു. യേശു കർത്താവ് നമ്മെ വിളിക്കുന്നത് കുരിശെടുക്കാനാണ്. The Christian life is not about escaping suffering, but transforming it into glory. കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ആ കഷ്ടതയെ തേജസ്സാക്കി മാറ്റുന്നതാണ് ക്രിസ്തീയ ജീവിതം. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നവരായിത്തീരും. മൂന്നാമതായി, there is no crown without cross. കിരീടം വേണോ? കുരിശ് വേണം. ക്രിസ്തു തേജസ്സിൽ വരുന്നത്, നമ്മൾ ഇന്നത്തെ പഠനം തുടങ്ങിയത് എവിടെ നിന്നാ? കർത്താവ് പറയുകയാണ്, കഷ്ടം സഹിക്കുകയും കുരിശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും. അവസാനിപ്പിച്ചപ്പോൾ എവിടെ വന്നത്? മനുഷ്യപുത്രൻ തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി മഹത്വത്തോടെ വരുമ്പോൾ. കഷ്ടതയിലാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് മഹത്വത്തിലായിരിക്കും. No crown without a cross, no resurrection without death, no discipleship without denial. കിരീടം വേണമെങ്കിൽ കുരിശുണ്ട്. പുനരുദ്ധാനം വേണമെങ്കിൽ ഒരു സ്വയത്തിന് മരിക്കണം. ശിഷ്യത്വം വേണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. കണ്ണുകളെ അടയ്ക്കാം, ശിരസ്സുകളെ ദൈവസ്ഥനിൽ കുനിക്കാം. പ്രിയ സൈമൺ ഉപദേശി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടതകൾ വരും, പ്രതിസന്ധികൾ വരും, വേദനകൾ വരും, ഭാരങ്ങൾ വരും, കണ്ണുനീരിന്റെ കൈപ്പ് കുടിക്കേണ്ടി വരും, ഒറ്റപ്പെടലുകൾ സഹിക്കേണ്ടി വരും, മാറ്റി നിർത്തപ്പെടലുകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷേ ക്രൂശുമെടുത്തുകൊണ്ട് പോകാൻ ഇന്നൊരു തീരുമാനം, ഒരു സമർപ്പണം ദൈവസന്നിധിയിൽ നമുക്ക് എടുക്കാം. കർത്താവെ, ക്രൂശുമെടുത്തുകൊണ്ട് അങ്ങയെ അനുഗമിക്കാൻ, കഷ്ടത ഏറ്റുകൊണ്ട് അങ്ങയെ പിൻഗമിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ കർത്താവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും നിത്യ തേജസ്സിൻ്റെ ഒരു പ്രതിഫലം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കിരീടം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നീ അവിടെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ, നിത്യ തേജസ്സിന്റെ ഖനം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കിഴവിക്കഥയല്ല. വായിൽ വഞ്ചനയില്ലാത്ത നമ്മുടെ കർത്താവ് നമുക്ക് ഉറപ്പ് തന്നതാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ക്രൂശും എടുത്തുകൊണ്ട് യേശുവിനെ പിൻഗമിക്കുവാൻ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം.